ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ തലേദിവസം ഉത്രാട ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് വൃത്തിയാക്കലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 11 മണിയായി ഞാൻ എഴുന്നേറ്റ് താഴെ വന്ന് അടുക്കളയിലോട്ട് കയറിയപ്പോൾ തന്നെ മമ്മി പച്ചക്കറിയും കാര്യങ്ങളെല്ലാം മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മമ്മി തലേദിവസവും ഇഞ്ചിക്കറിയും അച്ചാറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കും കേട്ടോ. അപ്പം മമ്മി ഇപ്പോൾ ഇത് ഇഞ്ചിക്കറി ഇടാനാണോ എന്തുണ്ടാക്കാനാണോ ഇതിപ്പം കുക്ക് ചെയ്യുന്നതെന്ന് ഞാൻ മറന്നുപോയി. അച്ചാറും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ, മാങ്ങ അച്ചാർ, മമ്മിയുടെ അച്ചാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ സജീനാൻ്റെ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എൻ്റെ ഇടയ്ക്ക് പൂ മേടിക്കാനായിട്ട് പോയായിരുന്നു. ഞാനല്ല, ആരെയോ വിട്ട് മേടിപ്പിച്ചു കേട്ടോ. മമ്മി പൂ കിട്ടാൻ ഭയങ്കര പാടായിരുന്നേ. കാരണം ഈ ഉത്രാട ദിവസത്തിന് നമ്മൾ പൂ തിരക്കി പോയാൽ അറിയാമല്ലോ, നമുക്ക് കിട്ടാൻ പാടായിരിക്കും. കടകളിലെല്ലാം ഓൾമോസ്റ്റ് പൂക്കൾ കഴിഞ്ഞും കാണും. വിലയാണ്, വിലയിലുപരി നമുക്ക് പൂ കിട്ടാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ നമുക്കൊരു അത്യാവശ്യം ഒരു കുഞ്ഞത്തിപ്പൂ ഇടാനായിട്ടുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ഈ കവറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് വാടിപ്പോന്ന് വെച്ച് നമ്മളൊരു വാഴയില വെച്ച് വെള്ളം കുടഞ്ഞിട്ട് പൂവൊക്കെ അങ്ങോട്ട് തട്ടിയിടുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കവറിൽ തന്നെ പിറ്റേ ദിവസം വരെ ഇരിക്കുമ്പം അത് ചിലപ്പോൾ അവിഞ്ഞു വല്ലതും പോയാലോ എന്നിങ്ങനെ മമ്മി പറഞ്ഞിട്ടാട്ടോ ഈ വാഴയിലക്കകത്തൊരു കുടഞ്ഞിട്ടത്. പക്ഷേ എന്തായാലും നന്നായി. നമ്മൾ അത്തപ്പൂ ഇടാനായിട്ട് പൂവെല്ലാം എടുത്തപ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. മേ ബി അത് പ്ലാസ്റ്റിക് കവറി വെച്ചിരുന്നെങ്കിൽ കുറച്ച് വാടി പോയതിനായിരിക്കും. അങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയിട്ടോ. കുക്കിയായിരുന്നുമല്ല, മമ്മി അവിടെ എന്തോ ചെയ്യാൻ നോക്കാനായിട്ട് പോയത് കേട്ടോ. അപ്പം മമ്മി അവിടെ അപ്പോഴും എന്തോ അരിഞ്ഞും പറക്കിയൊക്കെ വെക്കും കേട്ടോ. തലേദിവസം എല്ലാം അരിഞ്ഞു പറക്കി വെക്കും കേട്ടോ. അവിയലിനുള്ളതും നമ്മുടെ സദ്യക്കുള്ള എന്തൊക്കെ വേണോ അതെല്ലാം അരിഞ്ഞു പറക്കി തലേദിവസമേ മമ്മി വെക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാം കുക്ക് ചെയ്യും കേട്ടോ. എന്നിട്ട് നേരത്തെ കുക്ക് ചെയ്ത് അടുക്കള പൂട്ടും. പിന്നെ അടുക്കളയിലോട്ട് പ്രവേശനമില്ല. കാരണം എല്ലാം രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എന്തോ ഇഞ്ചിക്കറി ഉണ്ടാക്കാനാണ് തോന്നുന്നു കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഓണം മഴ കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ മഴ പെയ്യും വെയിൽ വരും, മഴ പെയ്യും വെയിൽ വരും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ താഴെ പോയി, ഭാഗ്യമൊന്നും പറ്റാഞ്ഞ്. അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നേ. ഈ പായസം വെക്കാനായിട്ടുള്ള സംഭവം, പിന്നെ ഈ തേങ്ങ പാൽപ്പൊടി, അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും, പിന്നെ മൈജി വരെ പോകണമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അവിടെ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. ഇപ്പം ഞങ്ങൾ പുറത്ത് പോകാൻ ഇറങ്ങിയപ്പം ഒരു 4:30-5 മണിയൊക്കെ ആയി കേട്ടോ. ഞങ്ങൾ ഇറങ്ങുന്നവരെല്ലാം നല്ല മഴയായിരുന്നു. പിന്നെ പുറത്ത് പോകുന്ന കാര്യം കേൾക്കുമ്പോഴേ ഞാനും അതുട്ടിന് അപ്പം ഒരുങ്ങും. കാരണം അതുട്ടിന് ഈ പുറത്ത് കറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും പുറത്ത് പോകണം എന്ന് അതുട്ടിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുട്ടിന് സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചും മുഷിഞ്ഞു. സ്കൂൾ അടച്ചിട്ടിരിക്കുവാണെങ്കിൽ അതുട്ടും പറയും സ്കൂളിൽ പോകുന്നത്. കാരണം അവന് ബോറടിച്ച് വീട്ടിലിരുന്നിട്ടേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതുട്ടൻ ക്രീം എടുക്കാനായിട്ട് ഞാൻ അവനെ വിട്ടത് കേട്ടോ. അപ്പോൾ ആദൂട്ടൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഈ ഫോണൊക്കെ ഓണാക്കി വെച്ചിരിക്കുവാന്ന് കേട്ടോ. അപ്പോൾ ആദൂട്ടൻ ഞാൻ ആദൂട്ടൻ സത്യം പറഞ്ഞ് ഒരുങ്ങി എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അപ്പം ഡ്രസ്സ് ഇട്ട് കൊടുത്ത് ഇറങ്ങിക്കോണം. അല്ലാതെ ക്രീം ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് മുടിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അപ്പം അവനെ ഇറങ്ങണം. അതിൻ്റെ ഇടയ്ക്ക് മമ്മി ആദൂട്ടനും കൂടി ഇങ്ങനെ ഒരു ഡാൻസ് ആയിട്ട് കളിക്കുന്നത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ കേട്ടോ കാണുന്നത്. കാരണം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ അവിടെ ഫോൺ ഓണാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങളെല്ലാം മറന്നുപോയി. ഞാൻ പിന്നെ ഇത് കുറേ നേരം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇത് ഓടിച്ചു വിട്ടത്, നിങ്ങൾക്ക് കാണുന്നവർക്കും ബോറടിക്കില്ലല്ലോ. അപ്പോൾ ആദൂട്ടൻ ഇത് അറിഞ്ഞിട്ടില്ല. ആദൂട്ടൻ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് എന്തെങ്കിലും കാണിക്കുമോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ പൊക്കി കൊണ്ടുവരും എന്തെങ്കിലും ചെയ്തേനെ. എൻ്റെ ഇടയ്ക്ക് കണ്ടില്ല, അവനത് കണ്ടു, എൻ്റെ ഫോൺ പൊക്കി എൻ്റെ അടുത്ത് കൊണ്ടുവരികയും ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഇറങ്ങി കേട്ടോ. കാരണം ഒത്തിരി ലേറ്റ് ആവില്ല, നേരത്തെ വീട്ടിൽ വരണമല്ലോ. ഭയങ്കര തിരക്കല്ലേ, നമ്മൾ ഈ ഓണത്തിൻ്റെ തലേദിവസം പുറത്തിറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ, ഞാൻ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ആദൂട്ടം കാറി കയറുമ്പോൾ വിശക്കുന്നു എന്ന് പറയും. ചിലപ്പോൾ, എപ്പോഴും ഇല്ല, ചിലപ്പം വിശക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. പിന്നെ മെയിൻ കാര്യം ഇന്ന് പുറത്ത് പോകുന്നതിൻ്റെ ഉദ്ദേശം ആദൂട്ടൻ്റെ മുടി വെട്ടണം, എനിക്ക് മമ്മിക്കൊന്ന് ത്രെഡ് ചെയ്യണം. നിങ്ങൾ എൻ്റെ പെരുകം കണ്ടില്ലേ, കാട് പോലെ വളർന്ന്. ഇതിന് പറിച്ചെടുക്കാനായിട്ടൊരു പണിയെടുക്കും, നല്ല വേദനയായിരിക്കും. പിന്നെ അതിന് ഞങ്ങളെ ത്രെഡ് ചെയ്യുന്നതിൽ മെയിൻ ഉദ്ദേശം ആദൂട്ടൻ്റെ മുടി വെട്ടും. കുറച്ച് ദിവസം കൊണ്ട് മുടി വെട്ടണം എന്ന് പറയാം, പക്ഷെ നടന്നില്ല, ഓരോ തിരക്കും കാര്യങ്ങളും. പിന്നെ സത്യം പറഞ്ഞാൽ മടി പിടിച്ച് വീട്ടിലങ്ങ് ഇരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അളഞ്ഞ മഴ. അപ്പം മെയിനായിട്ട് ആദൂട്ടൻ്റെ മുടിയൊക്കെ വെട്ടണം. ഇനി എന്തായാലും തിങ്കളാഴ്ച സ്കൂളും കാര്യങ്ങളും തുറക്കും, ഓണം വരികയാണ്. അപ്പം അവനെ മുടിയൊക്കെ വെട്ടും. ഇതിപ്പം ആ റോഡ് മൊത്തം ലൈറ്റ് ഇടുന്നത് നമ്മുടെ പള്ളി പെരുന്നാൾ തുടങ്ങും കേട്ടോ. മാതാവിൻ്റെ നാമത്തിലുള്ള പെരുന്നാളിൻ്റെ കാര്യത്തിൻ്റെ ഒരുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ ആദൂട്ടൻ്റെ മുടി വെട്ടാനായിട്ട് മാളിലോട്ട് വന്നു കേട്ടോ. ഈ റാസിലാണ് കേട്ടോ ഞാൻ ആദൂട്ടൻ്റെ മുടി എപ്പോഴും വെട്ടുന്നത്. നമ്മൾ ഈ ചെന്നത്തിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാം അവൻ്റെ മുടി വെട്ടുന്നത് ഈ റാസിലാണ് കേട്ടോ. തൃശ്ശൂരുള്ളപ്പോൾ അവിടെ വേറെ, നമ്മൾ ഇവിടെ തന്നെ അവൻ്റെ മുടി സ്ഥിരമായിട്ട് വെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എളുപ്പമാണ് വരാൻ. അവിടെ ആകുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുത്താലും അവർക്കറിയാം, ഇപ്പോൾ പറഞ്ഞു കൊടുക്കണ്ട ഏത് രീതിയിലാണ് വെട്ടുന്നതിന്. പിന്നെ മൊത്തം ഹിന്ദിക്കാരായതുകൊണ്ട് നമുക്ക് ഹിന്ദി അറിയത്തിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര നാണക്കേട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഓണത്തിൻ്റെ തലേദിവസം ഭയങ്കര തിരക്ക്, നല്ല ആളുണ്ട്. എനിക്ക് കുറച്ച് ഷൈ ആയിരുന്നു കേട്ടോ ഈ ഫോണും പിടിച്ചിങ്ങനെ നടക്കാനായിട്ട്. പരിചയമില്ലല്ലോ, ഇനി പരിചയമായി സെറ്റായൊക്കെ വരുമായിരിക്കും, നാണക്കേടൊക്കെ മാറുമായിരിക്കും. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ റാസിലോട്ട് വന്നു. നല്ല സർവീസ് കേട്ടോ ഇവിടെ. പക്ഷെ ഒരു അബദ്ധം പറ്റി, ഞാൻ കാണിച്ചു കൊടുത്തതും ഇനി ഞങ്ങൾ പറഞ്ഞത് ഈ ഹിന്ദിക്കാരന് മനസ്സിലാവാഞ്ഞിട്ടാണോ അയാൾ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ കാണിച്ചതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഹെയർ സ്റ്റൈൽ വെട്ടി തന്നിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല,
വലിയ കുളവാക്കിയൊന്നും തന്നില്ല. ഞാൻ ആദ്യം വെട്ടൽ കണ്ടപ്പോൾ പേടിച്ചു പോയി. ദൈവമേ കുളവായോ, ഏത് രീതിയിൽ ഇനി പറഞ്ഞ് മനസ്സിലാക്കുമെന്നൊക്കെ ഞങ്ങളിങ്ങനെ വിചാരിച്ചു. അപ്പോൾ റോണ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഇനി മലയാളികളോടെ കടയിൽ കൊണ്ടുപോയി ആദ്യട്ടൻ്റെ മുടിയൊക്കെ വെട്ടിച്ചാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് നേരെ തന്നെ ഈ സ്പീക്കർ എടുക്കാനായിട്ട് മൈജിയിലോട്ട് വന്നു. നമ്മൾ 2 ദിവസം മുമ്പ് ഈ സ്പീക്കർ വന്ന് ഞാൻ നോക്കി വെച്ചിട്ട് പോയായിരുന്നു. പിന്നെ അന്ന് നമ്മൾ താമസിച്ചോണ്ട് കേട്ടോ അത് എടുക്കാതെ പോയത്. പിന്നെ വന്ന് ആദൂട്ടന് ഇതൊക്കെ പാട്ട് കേൾക്കാനും ഈ മൈക്കിൽ കൂടെ കിടന്ന് പാടാനൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ആദൂട്ടൻ നേരിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക മൈക്കിൽ സൗണ്ട് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കേട്ടോ. ആദൂട്ടന് ഇങ്ങനെ പാട്ട് കേൾക്കാനും ഈ മൈക്കിൽ കൂടെ പാടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു മൈജിയിൽ. തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. ഒന്നാമത്തെ കാര്യം അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യമല്ല, നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ആ തിരുവല്ലയിലുള്ള റെസ്റ്റോറൻറ്റിൽ പോയി. നമുക്കവിടെ സീറ്റ് കിട്ടില്ല. അത്ര തിരക്കെന്ന് പറഞ്ഞാൽ അതിൽ തിരക്ക്. പിന്നെ അവിടെ നിന്ന് കുറച്ച് പേസ്ട്രീസും പിന്നെ ഈ മഫിൻസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ വേറൊരു കടയിലോട്ട് വന്നേ. ഓൾമോസ്റ്റ് എല്ലാ കടയിലും പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, തിരക്ക്, കുറേ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് ഒന്ന് 9:45 10 മണി എന്തേ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് ഇനി കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നാൽ ഫുഡ് കിട്ടത്തില്ല. ആദൂട്ടൻ ഓൾറെഡി വിശക്കുന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ആദൂട്ടൻ്റെ ഈ മഫിൻ കേട്ടോ ഞങ്ങളെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ആദൂട്ടൻ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഈ കേക്ക് കഴിച്ചപ്പോഴും ആദൂട്ടൻ്റെ വയറും കാര്യങ്ങളൊക്കെ നിറഞ്ഞു. അപ്പോൾ ആദൂട്ടൻ ഞാൻ പറയാം കേട്ടോ ഇവിടെ അടങ്ങിയിരിക്കും. ആദൂട്ടൻ പിന്നെ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ വന്ന് ഇങ്ങനെ ആ സീറ്റിൻ്റെ അടിയിൽ കൂടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നു. ഇപ്പോൾ പുള്ളി കണ്ടു കേട്ടോ ഞാൻ ക്യാമറയൊക്കെ ഫോണൊക്കെ ഓണാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓർഡർ ചെയ്ത സൂപ്പും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ എപ്പോഴും ഈ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് കേട്ടോ ഓർഡർ ചെയ്യുന്നത്. അത് കഴിക്കത്തൊന്നുമില്ല. പിന്നെ അവന് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അത് പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ആരെങ്കിലും കഴിക്കേണ്ടി വരും. ആദൂട്ടൻ പിന്നെ എവിടെ പോയാലും അവന് ഫ്രഞ്ച് ഫ്രൈസ് വേണം. ഫ്രഞ്ച് ഫ്രൈസും ആ ഫോണും കൂടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് അനങ്ങത്തില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഫോൺ ഓണാക്കിയൊക്കെ നേരത്തെ കൊടുക്കുമായിരുന്നു കേട്ടോ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം റെസ്റ്റോറൻറ്റിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഫോൺ ചോദിക്കുമ്പോൾ നമ്മളത് കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മളതങ്ങ് കുറച്ചു. കാരണം എപ്പോഴും ഫോണും കൊടുത്ത് അവിടെ അടക്കി നമുക്ക് ഇരുത്താൻ പറ്റത്തില്ലല്ലോ. അല്ലാതെ അവൻ അടങ്ങിയിരിക്കാൻ പഠിക്കണമല്ലോ. അങ്ങനെ ആദ്യത്തിന് ഞാൻ ഫോണൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ ഇങ്ങനെ മേടിച്ചു കേട്ടോ. അങ്ങനെ ഇതെന്താ ചിക്കൻ ലോലിപോപ്പും എനിക്കിങ്ങനെ ഞാൻ മെനു കണ്ടാൽ ഫുൾ എന്തൊക്കെയെങ്കിലും ഓർഡർ ചെയ്യണം. പിന്നെ ഞാനൊന്നും കഴിക്കത്തുമില്ല. കുറേ ഓർഡർ ചെയ്ത് കാണുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറയും. സത്യം പറഞ്ഞാൽ സൂപ്പ് കുടിക്കുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറയും. ഞാൻ എപ്പോഴും വിചാരിക്കും സൂപ്പ് കുടിക്കരുത്. കാരണം സൂപ്പ് കുടിക്കുമ്പോൾ എൻ്റെ വയറ് നിറയും. പക്ഷേ ചെല്ലുമ്പോൾ ഞാൻ തന്നെ ആദ്യം സൂപ്പ് വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യും. ഞാനാണെങ്കിൽ ആ ലോലിപോപ്പ് എടുത്ത് വായിലോട്ട് വെച്ചതിൻ്റെ വായങ്ങ് പൊള്ളിപ്പോയി. ആക്രാന്തമല്ല, ഞാനാണെങ്കിൽ ചൂടില്ലെന്ന് പറഞ്ഞൊരു കടി അടിച്ചപ്പോൾ വലിയ ചൂടില്ലായിരുന്നു. പിന്നെ മൊത്തം കൂടെ കടിച്ചപ്പോൾ എൻ്റെ കൈയും പൊള്ളി. അപ്പം ഞാനാണെങ്കിൽ ഓർഡർ ചെയ്ത ഫിഷ് ബിരിയാണി കേട്ടോ. സാധാരണ ഞാൻ പുറത്ത് പോയി അങ്ങനെ ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്യാറില്ല. പക്ഷേ ഇവിടുത്തെ ബിരിയാണിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ തിരുവല്ലയിലുള്ള സ്പൈസസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, അവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അതിനകത്ത് ഫിഷൊന്നും കഴിച്ചില്ല. ചോറ് നല്ല ഫ്ലേവറുള്ള റൈസ് കേട്ടോ. അങ്ങനെ ഞാനും ആദൂട്ടനും കൂടെ ആ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ നമ്മളവിടെ നേരെ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ തന്നെ സമയമായി. പിന്നെ ആ സ്പീക്കറും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ജസ്റ്റ് നോക്കി ചാർജ് ചെയ്യാൻ വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ച് അതെല്ലാം സെറ്റ് ചെയ്ത് സൗണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.